വാൽപ്പാറയിലെ ദുരന്തമുഖത്ത് രക്ഷാദൌത്യത്തിലും പാങ് സ്കൂളിലും എല്ലാത്തിനും കരുത്തായി KET സംഘമുണ്ടായിരുന്നു. ദുരന്തസ്ഥലത്ത് രക്ഷാദൌത്യം ഏകോപിപ്പിക്കാനും പൊതുദർശനത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാനും KET സംഘമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പരിചയസമ്പന്നരും പരിശീലനം സിദ്ധിച്ചവരുമായ KET ടീം നാടിന്റെ ഏതാവശ്യത്തിനും എപ്പോഴും വിളിപ്പുറത്തുള്ളവരാണ്. KET എന്ന കേരള എമർജൻസി ടീം വാൽപ്പാറയിൽ ദുരന്തം നടന്ന വെള്ളിയാഴ്ച രാത്രി തന്നെ വാൽപ്പാറയിലും പൊള്ളാച്ചിയിലും എത്തിയിരുന്നു. വാൽപ്പാറയിൽ അപകടം നടന്നയുടൻ തമിഴ്നാട്ടിലെ കോർഡിനേറ്ററിൽ നിന്ന് KET സംഘത്തിന് വിവരം ലഭിച്ചു. വാൽപ്പാറ ചുരം റോഡിൽ ഒരു ട്രാവലർ മറിഞ്ഞിട്ടുണ്ട്. മലയാളികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. വൈകാതെ വീണ്ടും ഫോൺ കോൾ എത്തി. അപകടത്തിൽപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. അപ്പോഴേക്കും വാൽപ്പാറയിലേക്ക് പോയ വാഹനത്തിന്റെ വിശദവിവരങ്ങൾ KET സംഘം ശേഖരിച്ചിരുന്നു. സംഘത്തിലെ തന്നെ ഒരംഗത്തിന്റെ സഹോദരീപുത്രനാണ് അപകടത്തിൽപ്പെട്ട ട്രാവലർ ഓടിച്ചിരുന്നതെന്നും തെളിഞ്ഞു. ഉടൻ തന്നെ കേരള എമർജൻസി ടീം വാൽപ്പാറയിലേക്ക് ആംബുലൻസുമായി തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനവും ആശുപത്രിയിലേക്ക് മാറ്റലും പോസ്റ്റ്മോർട്ടവും അടക്കം ഏകോപിപ്പിക്കുമ്പോൾ ഇവിടെ നാട്ടിൽ പൊതുദർശനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി മറ്റൊരു സംഘം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ വാൽപ്പാറയിൽ ഉണ്ടായ ഈ ഒരു അപകടം നടന്ന ഉടൻ തന്നെ നമുക്ക് ഫസ്റ്റ് അവിടുന്ന് നമ്മുടെ തമിഴ്നാട് വിങ് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നെത്തിയ ഒരു വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ആ സമയത്ത് തന്നെ നമ്മൾ ഏതാണ് വാഹനം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. ആ സമയത്താണ് നമ്മുടെ പ്രവർത്തകൻ്റെ പെങ്ങളുടെ മകൻ്റെ വാഹനമാണ് എന്നൊക്കെ അറിഞ്ഞത്. ആ സമയത്ത് തന്നെ നമ്മുടെ പ്രവർത്തകർ നാട്ടിൽ നമ്മുടെ സാദിഖ് പാങ്ങനെ പോലത്തെ ആളുകൾ ഇവിടുന്ന് ആംബുലൻസ് എടുത്തിട്ട് അങ്ങോട്ട് പോയി അവിടെ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമുക്കവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ ഈ മയ്യത്ത് എത്തുന്നത് വരെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാർ തന്നെയാണ് KETയുടെ കരുത്ത്. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേകം പരിശീലനം നേടിയ ഈ സംഘം ഇന്ന് കേരളത്തിലെ സന്നദ്ധ സേവന രംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യം.